അടുത്ത സീക്രട്ട്. ഹായ് വാ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ ലവ് യുവർ വീഡിയോസ്. ഇതൊരു സീക്രട്ട് ഒന്നല്ല, കുറച്ച് ലോങ് ആണ്. എന്നാലും ഞാൻ പറയാം. ഞാൻ 8th പഠിക്കുമ്പോഴാണ് എൻ്റെ ഇൻസ്റ്റ തുടങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ അവരറിയാതെയാണ് ഇൻസ്റ്റ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഇൻസ്റ്റ പിടിച്ചു. അത് വളരെ വലിയ ഇഷ്യൂസായി. വീട്ടുകാർ ചേട്ടന്മാരൊക്കെ വിളിപ്പിച്ചു. ആകെ മൊത്തം സീനായി. പിന്നെ പതിയെ പതിയെ അവരത് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരാളെ കണ്ടുമുട്ടി. അവൻ ആ ടൈമിൽ 18 വയസ്സുണ്ടായിരുന്നു, ഞാൻ 13. ഇറ്റ്സ് ഗോയിങ് ബാഡ്, ഐ നോ ഇറ്റ്സ് ഗോയിങ് ബാഡ്. അങ്ങനെ കണ്ട് പതിയെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കലായി. അങ്ങനെ അതൊരു റിലേഷൻഷിപ്പായി മാറി. ആദ്യമൊക്കെ അവൻ വളരെയധികം ഇഷ്ടമുള്ള പോലെ സംസാരിക്കുമായിരുന്നു. പതിയെ അവൻ്റെ സ്വഭാവം എല്ലാം മാറിപ്പോയി. ഞാനൊന്ന് മെസ്സേജ് അയച്ചാൽ നാളെ സീൻ ചെയ്യുക, ചോദിച്ചാൽ ബിസി ആയിരുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ പതിയെ അവൻ എന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. നോട്ട് ഫിസിക്കലി. അവൻ നൈറ്റ് മാത്രം മെസ്സേജ് അയച്ച് പല രീതിയിലുള്ള ഫോട്ടോസൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് അവനെ അത്ര ഇഷ്ടമായതുകൊണ്ട് നോ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പതിയെ അവൻ മെസ്സേജ് ഒട്ടും അയക്കാതെയായി. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ അവനൊരു കടയിൽ നിൽക്കുന്നു. അവൻ്റെ അടുത്ത് കുറച്ച് പെണ്ണുങ്ങൾ. ഒരു പെണ്ണിനെ അവൻ അടുത്തേക്ക് കൊണ്ടു നിർത്തുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ എന്തോ പോലെയായി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് വീട്ടിൽ പോയി. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനൊന്നും പോയില്ല. പിന്നെ ഒരു ദിവസം റാൻഡം ആയിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഒരു ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഒരു ന്യൂഡ് വീഡിയോ കണ്ടുല്ലോ, നീ ആ ചെക്കന് അയച്ചു കൊടുത്തില്ലേ എന്ന്. ഞാൻ ആകെ പേടിച്ചു പോയി അത് കേട്ടപ്പോൾ. ഞാൻ അവന് മെസ്സേജ് അയച്ച് കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു അവൻ അങ്ങനെ ഒരു കാര്യമേ അറിയില്ല, ഞാൻ ആരായെന്നും നമ്മൾ തമ്മിൽ അതിനെന്ത് ബന്ധമുള്ളതെന്നും എൻ്റെ അടുത്ത് ചോദിച്ചു. ഐ വാസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ്. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അറിഞ്ഞത് അവൻ ആ വീഡിയോ ഫോട്ടോ ഒക്കെ അവൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്നെ കുറേ ആൾക്കാർ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും തുടങ്ങിയിരുന്നു. ആ ടൈമിൽ ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എനിക്ക് മെൻ്റലി കുറേ ഇഷ്യൂസൊക്കെ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ കുറേ ഞാൻ അനുഭവിച്ചു. സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. എന്നെ അവർ ഇതുകൊണ്ടാണോ നോക്കുന്നത്, അത് കണ്ടിട്ടാണോ നോക്കുന്നത് എന്നൊക്കെയായി. പക്ഷെ ഞാൻ എൻ്റെ ഫാമിലിയോട് ഇതൊന്നും പറഞ്ഞില്ല. അത് അവർ അറിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാവും എന്ന് കരുതി. 8th തൊട്ട് ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും സൂയിസൈഡ് വരെ ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വീട്ടുകാരുടെ പഠിക്കാത്തതിൻ്റെ വീട്ടിലെ പ്രഷർ ഉണ്ടായിരുന്നു. എൻ്റെ ഈ മെൻ്റൽ സ്റ്റേറ്റ് കാരണമാണ് ഞാൻ പഠിത്തം കുറഞ്ഞത്. ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് ബാഡ് അനുഭവങ്ങൾ തുടങ്ങി. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. ആകെ ഞാൻ ഒറ്റപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തു. 5 years കഴിഞ്ഞു. സ്റ്റിൽ ഞാൻ അതിനെ പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എന്നെ പറ്റി പലരും ഭയങ്കര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ചോദിക്കാനൊന്നും പോയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കും, എന്നെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആരും എന്നെ പറ്റി അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഒരു ഹാപ്പി ഹെൽത്തി റിലേഷൻഷിപ്പിലാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ടും എന്നെ ഇതുവരെ അത് പറഞ്ഞ് വിഷമിപ്പിക്കാത്ത, എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ എനിക്കിപ്പോൾ ഉണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. എൻ്റെ ലൈഫിൽ അവനുള്ളതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. ഞാനിപ്പോൾ എല്ലാത്തിൽ നിന്നും മൂവ് ഓൺ ആയി കംപ്ലീറ്റ്ലി. എൻ്റെ ഇന്നർ ചൈൽഡൊക്കെ പുറത്തു വന്നു. ഒരു 8th പഠിക്കും. ഒരു 8th പഠിക്കുന്ന കുട്ടിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു 8th പഠിക്കുന്ന കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അവസ്ഥ ആർക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെല്ലാവർക്കും സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഐ നോ ഐ എം എ സ്ട്രോങ് ഗേൾ. ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കുറേ എല്ലാം പറഞ്ഞാൽ ഒടുക്കത്തെ ലോങ് ആവും. അതാ. ലവ് യു സോ മച്ച് ഇവ. ഐ ലവ് യു ടു ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ യു ബ്രോ. എനിക്ക് ആൾക്കാരുടെ സങ്കടം കേട്ടാൽ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. ഐ വാസ് ട്രൈങ് നോട്ട് ടു ക്രൈ. കാരണം ലാസ്റ്റ് ടൈം ഞാൻ കരഞ്ഞത് ഓർത്തിട്ട് എനിക്ക് ഷിറ്റ് ഐ ഷുഡ് നെവർ ഡു ഇറ്റ് അഗൈൻ എന്നായിരുന്നു. പക്ഷേ ഐ എം സ്ട്രോങ്. ഞാൻ കരഞ്ഞില്ല. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സീക്രട്ട്. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ എനിക്കിങ്ങനെ സീക്രറ്റ്സ് അയക്കുമ്പോൾ എനിക്ക് ഡെയിലി ഒരുപാട് വരും. അപ്പം ഞാൻ ആലോചിക്കുക, എനിക്കെന്തിനു അയച്ചു തരണം? എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു. ബൈ.